കുട്ടികൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞുമ്പേ മോനിക്ക് കഥ ചെറിയ കഥ പറഞ്ഞു തരണോ വലിയ കഥ വേണോ? ചെറുത് വലുത് ഏതാ വേണ്ടേ? കുട്ടികൾ എന്താ പറയല്? വലുത് എന്ന് പറയും. കേട്ട കഥ പറയണോ കേൾക്കാത്ത കഥ പറയണോ? കേൾക്കാത്ത കഥ പറയണം. ഇന്ന് തന്നെ ഫുള്ള് പറഞ്ഞു തരണോ? അല്ല ഇന്ന് പകുതി നാളെ ഉമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞേരിന്ന ഇതാണ്. അങ്ങനെ നിങ്ങൾ മെല്ലെ പറഞ്ഞു നോക്കിയേ ആ കുട്ടികളെ മനസ്സിലെത്താക്കും. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. മോനിക്ക് റിഫായ് ഷെയ്ഖിനെ അറിയോ? മോനിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയോ? ചെറിയ പ്രായത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താൽ ആ മക്കള് സ്വാലിഹീങ്ങളാവാനുള്ള ഒരു വഴിയാണത്. കാരണം എന്തേ? സ്വാലിഹീങ്ങളെ ചരിത്രം കേൾക്കുന്നതിനനുസരിച്ച് ഒരാളുടെ കൽബ് നന്നാവും. കഥ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിൽ. അത് അത്രമാത്രം കുട്ടികളിൽ സ്വാധീനിക്കും. നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഏറ്റവും കടപ്പാടുള്ള വാപ്പയുണ്ട്, ആങ്ങളയുണ്ട്, എളാപ്പയുണ്ട്, മൂത്താപ്പയുണ്ട്, ഭർത്താവുണ്ട്, അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്. ഈ ആളുകളെല്ലാം ഉണ്ടായിരിക്കെ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കടപ്പെട്ടവരാരാണ് നബിയെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ ഒരു പെണ്ണിന് ഏറ്റവും കടപ്പെട്ടത് അവിടെ വാപ്പയും എളാപ്പയും മൂത്താപ്പയും അമ്മാവനും സ്വന്തം ഒരുപക്ഷെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞു പോയിട്ട് മക്കളുണ്ടെങ്കിൽ അതിൽ ആൺമക്കളുണ്ടാകാം, പെൺമക്കളുണ്ടാകാം. ഈ മക്കളെക്കാളും ഭർത്താവിനേക്കാളും വീട്ടുകാരെക്കാളും ഒക്കെ ഒരു പെണ്ണിനോട് കടപ്പെട്ടത് സൗജുഹാ, ആ പെണ്ണിന്റെ ഭർത്താവാണ്. അവൾ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചു നോക്കുമ്പോ അള്ളാന്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടിക്കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടാ. ഒരു നല്ലതിനെയും നന്മയെയും നീ നിസ്സാരമാക്കരുത്. അതിന്റെ ഉദാഹരണം പറഞ്ഞത് എന്താണ്? വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖിൻ ഔ തുലീഖ്, നീ നിന്റെ സഹോദരനെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്യൽ, കണ്ടുമുട്ടലിനെ പോലും നീ നിസ്സാരമായിട്ട് കാണരുത്. ഞാനിപ്പോ അവനോട് ചിരിച്ചാൽ എനിക്ക് എന്താ കിട്ടുന്നത്? ചിരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? ഇത് പരിഗണിക്കരുത്. നീ ആ നന്മ ചെയ്യണം. എന്താ കാര്യം? അങ്ങനെ ഒരാളോട് ചിരിക്കുന്നതിന് നാളെ അള്ളാഹു സ്വർഗത്തിൽ ഒരു ദാനത്തിന്റെ കൂലി നിനക്ക് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവൃത്തിയുടെയും നമ്മുടെ സ്വഭാവത്തിന്റെയും ചില വശങ്ങൾ മാത്രമേ മറ്റുള്ള ആളുകൾ കാണുകയുള്ളൂ. അങ്ങനെ അവര് പറയുന്ന മോശം അഭിപ്രായങ്ങൾ നമ്മൾ ഒരു നിലക്കും പരിഗണിക്കേണ്ടതില്ല, മൈൻഡ് ചെയ്യേണ്ടതില്ല. മറ്റുള്ളവരുടെ പ്രശംസയല്ല വലുത്, നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ്, നമ്മുടെ മനസ്സിന്റെ തൃപ്തിയാണ് വലുത്. എല്ലാവരും നല്ലത് പറയുന്ന ഒരു ലോകമല്ല. നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെയും നല്ലത് പറയണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മുടെ മനസ്സിന് സംതൃപ്തിയുണ്ടോ? ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിന് ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? നീ പെണ്ണെട്ടിട്ടില്ലല്ലോടാ. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു ഭർത്താവുണ്ട്. ആരെന്നറിയോ? പെണ്ണുമ്പിള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ, പെണ്ണുമ്പിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമല്ലേ? ചില ആണുങ്ങളുണ്ട് ഉസ്താദേ, ഒരു സൈഡിൽ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, വാട്സപ്പിൽ ഇന്ന് ഞാനൊരു ചിത്രം കണ്ടു, ഇന്നൊരു വീഡിയോ കണ്ടു. വല്ലാത്ത ഒരു ഭയം തോന്നി. ഒരു ചെറിയ മകൻ ഇങ്ങനെ സൈക്കിള് ചവിട്ടിക്കെട്ട് പോകുമ്പോ വെള്ളത്തിന്റെ അകത്തേക്ക് വീണു പോകുന്ന ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി റബ്ബേ. കാരണം ഇന്നലെയാണ് ഞാൻ എന്റെ മകൻ ഒരു സൈക്കിള് വാങ്ങിക്കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമില്ലാതെ മരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് രോഗം വേണ്ടടോ ബാപ്പാ, പ്രായമാകണമെന്നില്ല ബാപ്പാ. കൊച്ചുകുട്ടികൾ വരെ മരണപ്പെട്ടു പോകുന്ന കാലമാണ്. അതുകൊണ്ട് നന്നായിക്കോ, അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. അധികമായിട്ട് സുജൂദ് ചെയ്യേ. സുജൂദ് നിന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി. അവിടുന്ന് വന്നപ്പോൾ ഈ ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിനെ മുഴുവൻ ഇല്ലാതെയാക്കി ഈ ലോകം മുഴുവൻ വെളിച്ചമാക്കിയത് അവിടുന്നാണ്.
യാ റസൂലല്ലാഹ്, അങ്ങാണ് ഇരുട്ടിൽ വെളിച്ചം വെച്ചത്, അങ്ങാണ് ഇരുട്ടിൽ പ്രകാശത്തിന്റെ ദീപം കൊളുത്തി വെച്ചത്. ഈ ലോകത്തെ അല്ലാഹു പടച്ചത് അങ്ങേക്ക് വേണ്ടിയാണ് നബിയേ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ गर तू न होता तो ദുനിയാ തി ഖാലി, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകമേ ഉണ്ടാ